ഹലോ. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. അതായത് നമ്മളെ ഫസ്റ്റ് ക്ലാസ്സാണ് നമ്മളിന്ന് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ CS ടോട്ടൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 13 ചാപ്റ്റേഴ്സാണ്. അതിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടിങ്. ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് കമ്പ്യൂട്ടർ ഉണ്ടായത്, കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ആരാണ്, എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടിങ്, പണ്ടത്തെ കാലത്ത് എങ്ങനെയായിരുന്നു ഇതൊക്കെ യൂസ് ചെയ്തിരുന്നത്, നമ്പർ സിസ്റ്റംസ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്സാണ് എവല്യൂഷൻ ഓഫ് നമ്പർ സിസ്റ്റം, ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടിംഗ് മെഷീൻ, സ്റ്റോർഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്. അപ്പം നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കായ എവല്യൂഷൻ ഓഫ് നമ്പർ സിസ്റ്റത്തിലോട്ട് പോവാം. ഈജിപ്ഷ്യൻസ് നമ്പർ സിസ്റ്റം. ഈജിപ്തിലെ നമ്പർ സിസ്റ്റമാണ് ആദ്യമേ പഠിക്കാൻ പോകുന്നത്. അപ്പം ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് 3000 BC ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തത്. ഈജിപ്ഷ്യൻസ് യൂസ്ഡ് എ ഡെസിമൽ ബേസ് 10 സിസ്റ്റം. അതായത് ഈജിപ്ഷ്യൻസ് യൂസ് ചെയ്തിരുന്ന നമ്പർ സിസ്റ്റത്തിനകത്ത് ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ബേസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ 0 മുതൽ 9 വരെ. അപ്പോഴത്തേക്കും ഈ കമ്പ്യൂട്ടർ സയൻസിൽ എല്ലാം നമ്മൾ തുടങ്ങുന്നത് 0 വെച്ചായിരിക്കും, 1 വെച്ചായിരിക്കില്ല. പക്ഷേ ഇവിടെ അന്നത്തെ കാലത്ത് 0 കണ്ടുപിടിച്ചിട്ടില്ല. അപ്പം അവിടെ എന്തെങ്കിലും റോഡ്സോ അതായത് മരത്തിൻ്റെ തണ്ടോ ഒക്കെ വെച്ചിട്ടായിരുന്നു അവിടെ റെപ്രസെൻ്റ് ചെയ്തിരുന്നത്, 0യെ റെപ്രസെൻ്റ് ചെയ്തിരുന്നത്. ഇവർ മെയിനായിട്ട് യൂസ് ചെയ്തിരുന്നത് പിറ്റോഗ്രാഫി ആയിരുന്നു. അതായത് ഈ കല്ലിൽ കൊത്തി വെക്കുക, വാൾസിൽ പെയിൻറ്റ് ചെയ്ത് വെക്കുക, ഇങ്ങനത്തെ സംഭവങ്ങളായിരുന്നു യൂസ് ചെയ്തിരുന്നത്, ഈജിപ്ഷ്യൻസ് യൂസ് ചെയ്തിരുന്നത്. ഇവർ എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ടു ലെഫ്റ്റ് ആയിരുന്നു ഇവരുടെ ആ ഒരു എഴുത്തിൻ്റെ രീതി. സിമ്പിൾസ് റെപ്രസെൻറ്റഡ് പവർ ഓഫ് 10 സച്ച് 1, 10, 100, 1000 എക്സെട്ര. അതായത് 10ൻ്റെ പവറായിട്ടായിരുന്നു സിമ്പിൾസ് റെപ്രസെൻറ്റ് ചെയ്തിരുന്നത് ഈജിപ്ഷ്യൻസ്. അപ്പോൾ ഈജിപ്ഷ്യൻസ് യൂസ്ഡ് ഡെസിമൽ ബേസ് 10 നമ്പർ സിസ്റ്റം. ദേ wrote numbers using pictures, writing, pictographies. പിക്ചേഴ്സ് റൈറ്റിംഗ് വഴി യൂസ് ചെയ്ത് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പിറ്റോഗ്രാഫിക് എന്ന് പറയുന്നത്. യൂഷ്വലി ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. സിമ്പിൾ റെപ്രസെൻറ്റ് ദ പവർ ഓഫ് 10 സച്ച് ആസ് 1, 10, 100, 1000, 10,000 അങ്ങനെ പോവും. ഇനി സുമേറിയൻ ഓർ ബാബിലോണിയൻ നമ്പർ സിസ്റ്റം. അത് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത് എപ്പോഴായിരുന്നു, 2000 BC. ദേ യൂസ്ഡ് എ ലാർജസ്റ്റ് ബേസ്. ഈ ലാർജസ്റ്റ് ബേസ് ആരായിരുന്നു ഉപയോഗിച്ചിരുന്നത്, സുമേറിയൻസ് ഓർ ബാബിലോണിയൻസ് ആയിരുന്നു അത് യൂസ് ചെയ്തിരുന്നത്. ദിസ് നമ്പർ സിസ്റ്റം വാസ് റിട്ടേൺ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടായിരുന്നു ആര് റൈറ്റ് ചെയ്തിരുന്നത്, ബാബിലോണിയൻസ് റൈറ്റ് ചെയ്തിരുന്നത്. A space is reserved a placeholder for 0. അന്ന് 0 എന്ന് പറയുന്ന ഒരു നമ്പർ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പം സുമേറിയൻസ് എന്തോ ചെയ്തിരുന്നത്, അവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് ഇട്ടു 0യ്ക്ക് പകരം. അതാണ് സുമേറിയൻ ഓർ ബാബിലോണിയൻ നമ്പർ സിസ്റ്റം പറയുന്നത്. ഇനി ചൈനീസ് നമ്പർ സിസ്റ്റം. അത് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത് എപ്പോഴാണ്, 1200 BC എന്ത് ഇംപ്ലിമെൻ്റ് ചെയ്തേക്കുന്നത്, ചൈനീസ് നമ്പർ സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്തേക്കുന്നത്. എ ഡെസിമൽ ബേസ്ഡ് 10 സിസ്റ്റം വാസ് യൂസ്ഡ്.
ഈജിപ്ഷ്യൻസിൻ്റെ കേസ് പോലെയാണ് ചൈനീസിൻ്റെ കേസും. ബേസ്ഡ് 10 നമ്പർ സിസ്റ്റം ആയിരുന്നു അവർ യൂസ് ചെയ്തിരുന്നത്. കൗണ്ടിങ് റോഡ്സ് ആൻഡ് ബോട്ട്സ് വെയർ എംപ്ലോയ്ഡ് ഫോർ കാൽക്കുലേഷൻ. ഈ റോഡ്സ് ഒക്കെ കൗണ്ട് ചെയ്യാനും ഒക്കെയാണ്, റോഡ്സ് കൗണ്ട് ചെയ്താണ് ഇവർ കാൽക്കുലേഷൻസ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നും 0 എന്ന് പറഞ്ഞൊരു നമ്പർ കണ്ടുപിടിച്ചിട്ടില്ല. ഇനി ഗ്രീക്ക് നമ്പർ സിസ്റ്റം. ഗ്രീക്ക് നമ്പർ സിസ്റ്റം എപ്പോഴാണ് വന്നത്? 500 BC-യിലാണ്. ഓൾസോ നോൺ ആസ് അയോൺ നമ്പർ സിസ്റ്റം, അയോണിയൻ നമ്പർ സിസ്റ്റം. ഇതിനെ നമ്മൾ വിളിച്ചിരുന്നത് അയോണിയൻ നമ്പർ സിസ്റ്റം എന്നാണ് ഗ്രീക്ക് നമ്പർ സിസ്റ്റത്തെ നമ്മൾ വിളിച്ചിരുന്നത്. നമ്പേഴ്സ് വെയർ റിട്ടേൺ യൂസിങ് ലെറ്റേഴ്സ് ഓഫ് എ ഗ്രീക്ക് ആൽഫബറ്റ്. ഈ നമ്പേഴ്സ് റൈറ്റ് ചെയ്തിരുന്നത് ഗ്രീക്ക് ആൽഫബറ്റിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ആര് യൂസ് ചെയ്തിരുന്നത്? ഗ്രീക്കുകാർ യൂസ് ചെയ്തിരുന്നത്. ഇറ്റ് വാസ് നോൺ പോസിഷണൽ നമ്പർ സിസ്റ്റം ആൻഡ് ഡിഡ് നോട്ട് ഹാവ് സിംബൽ ഫോർ 0. ഈ 0യ്ക്ക് അന്നും കണ്ടുപിടിച്ചിട്ടില്ല. 0യ്ക്ക് ഒരു പ്രൊവിഷൻസി അവർ കൊടുത്തിട്ടില്ലായിരുന്നു ആര്? ഗ്രീക്കുകാർ. പിന്നെ ഇതിൻ്റെ ഈ ക്ലാസ്സിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ ആപ്പ് പർച്ചേസ് ചെയ്യുക. ഒൺലി 249 രൂപയാണ് ഫീ വരുന്നത്. ഇത് ഇയർലി ഫീ ആണ്. ഈ ക്ലാസ്സിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ അപ്പം ആപ്പിനകത്തായിരിക്കും കൊടുക്കുക മോസ്റ്റ് പ്രോബബ്ലി. അപ്പോൾ ആപ്പ് പർച്ചേസ് ചെയ്യേണ്ടവരെല്ലാം ചെയ്യുക. ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ വിളിച്ച് അഡ്മിഷൻ പ്ലേസ് ചെയ്യുക. അടുത്തത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു സിസ്റ്റം ആയിരിക്കും റോമൻ നമ്പർ സിസ്റ്റം. അത് ഇംപ്ലിമെൻ്റ് ചെയ്തേക്കുന്നത് 500 BC-യിലായിരുന്നു. സിംബൽസ് 1-ന് I എന്നും 5-ന് V എന്നും 10-ന് X എന്നും L-ന് 50-ക്ക് L എന്നും C-ക്ക് 100-ന് C എന്നും ഒക്കെ, ഇതൊക്കെ നമുക്ക് പരിചയമുള്ളതായിരിക്കുമല്ലോ. ഇത് കണ്ടുപിടിച്ചേക്കുന്ന റോമൻസ് ആയിരുന്നു. യൂസ്ഡ് ഫോർ കൗണ്ടിങ് ആൻഡ് റെക്കോർഡ് നമ്പേഴ്സ് നോൺ പ്രൊവിഷണൽ ഡിഡ് നോട്ട് ഇൻക്ലൂഡഡ് 0. റോമൻസ് എന്ത് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു? 0 എന്ന് പറയുന്നൊരു നമ്പർ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. ഈ നമ്പർ മെയിൻലി എന്തോത്തിനാണ് യൂസ് ചെയ്തിരുന്നത്? കൗണ്ടിങ്ങും റെക്കോർഡിങ് നമ്പേഴ്സും. റെക്കോർഡ് ചെയ്യാനും കൗണ്ട് ചെയ്യാനൊക്കെയാണ് ഏത് നമ്പർ സിസ്റ്റം യൂസ് ചെയ്തിരുന്നത്? റോമൻ നമ്പർ സിസ്റ്റം യൂസ് ചെയ്തിരുന്നത്. ഈ ചാപ്റ്റർ പക്കാ തിയറി ആയിരിക്കും. അതൊക്കെ ഇപ്പോഴേ പറഞ്ഞേക്കാം. ഈ ചാപ്റ്റർ പക്കാ തിയറി ആയിരിക്കും. ഫുള്ള് ഈ ഹിസ്റ്ററി ടച്ച് പോവും. ഹിസ്റ്ററി പോലെയാണ് ഈ ചാപ്റ്റർ ഇരിക്കുന്നത്. പിന്നെ അങ്ങോട്ട് ഫുള്ള് മാത്സാണ്. നെക്സ്റ്റ് ചാപ്റ്റർ ബൂലൻ ഓൾജിബ്ര എന്ന് പറയും. അതിനകത്ത് ഫുള്ള് മാത്തമാറ്റിക്സാണ്. ഇത് ഫുള്ള് തിയറി ആണെങ്കിൽ അത് ഫുള്ള് മാത്സാണ്. അപ്പം മായൻ നമ്പർ സിസ്റ്റം ഇത് എത്ര AD-യിലാണ് ഇംപ്ലിമെൻ്റ് ചെയ്തേക്കുന്നത്? 300 AD-യിലാണ് എന്ത് ഇംപ്ലിമെൻ്റ് ചെയ്തേക്കുന്നത്? മായൻ നമ്പർ സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ബേസ് എത്രയായിരുന്നു? 20-നായിരുന്നു ആര് യൂസ് ചെയ്തിരുന്നത്? മായൻസ് യൂസ് ചെയ്തിരുന്നത്. ഇൻക്ലൂഡഡ് എ ഷെൽ ഷേപ്ഡ് സിംബൽസ് ടു റെപ്രസെൻറ്റ് 0. ഒരു ഷെൽ അന്ന് 0 ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പകരം അവരെന്ത് യൂസ് ചെയ്തു? ഒരു ഷെൽ ഷേപ്ഡ് സിമ്പിളാണ് എന്ത് റെപ്രസെൻറ്റ് ചെയ്യാൻ 0 റെപ്രസെൻറ്റ് ചെയ്യാൻ ഇവർ ഉപയോഗിച്ചിരുന്നത്. The system was provisionally, which means the value of each digit change according to its places. എവിടെ ഇരിക്കുന്നോ അവിടുന്ന് വാല്യൂ ചേഞ്ച് ആവും. അതായത് ഈ ഒരു നമ്പറിനെ എവിടെ കൊണ്ട് വെക്കുന്നോ
അവിടുത്തെ സ്വഭാവമായിരിക്കും കാണിക്കുന്നത്. അങ്ങനെ ഓർത്താൽ മതി. ദ സിസ്റ്റം വാസ് പേഴ്സണലൈസ് വിച്ച് മീൻസ് വാല്യൂ ഓഫ് എ ഡിജിറ്റ് ചേഞ്ച് അക്കോർഡിംഗ് ടു ദിറ്റ്സ് പ്ലേസസ്. പ്ലേസ് മാറിക്കഴിഞ്ഞാൽ വാല്യൂ ചേഞ്ച് ആവും. അങ്ങനെ ഓർത്താൽ മതി. ഹിന്ദു അറബിക് നമ്പർ സിസ്റ്റം ഇത് വന്നേക്കുന്നത് 5th and 6th century AD ഹിന്ദു ആൻഡ് അറബിക് നമ്പർ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. ഇൻട്രൊഡ്യൂസ് ദ ഡെസിമൽ സിമ്പിൾസ്. ഡെസിമൽ സിമ്പിൾസ് അതായത് നമ്മൾ ഈ പോയിന്റ് വരുന്ന സിമ്പിൾസ് ഇല്ലേ, ഡിജിറ്റ്സ് ഇല്ലേ, അത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാ? ഹിന്ദു ആൻഡ് അറബിക് നമ്പർ സിസ്റ്റമാണ് ആദ്യമേ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ഇൻട്രൊഡ്യൂസ് ദ സിമ്പിൾ 0 ഫോർ ദ കോൺട്രിബ്യൂഷൻ ബൈ ഇന്ത്യ. ആരാ 0 കണ്ടുപിടിച്ചത്? ഇന്ത്യക്കാരാണ് ആദ്യമായിട്ട് 0 എന്ന് പറഞ്ഞൊരു ഡിജിറ്റ് അവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ചത്. നമ്പർ സിസ്റ്റം ഇറ്റ് ഫോംസ് എ ബേസിക് ഓഫ് ദ മോഡേൺ നമ്പർ സിസ്റ്റം യൂസ്ഡ് വേൾഡ് വൈഡ്. ആദ്യമായിട്ട് മോഡേൺ നമ്പർ സിസ്റ്റം വേൾഡ് വൈഡ് ആയത് ഇന്ത്യക്കാരുടെ നമ്പർ സിസ്റ്റം ആയിരുന്നു ആദ്യമേ ഇങ്ങനെ വേൾഡ് വൈഡ് ആയിട്ട് ഇതായത്. അതായത് നമ്മൾ 0 കണ്ടുപിടിച്ചു. 0 കണ്ടുപിടിച്ചപ്പോഴേ ഒരു കണ്ടിന്യൂവേഷൻ വന്നു. ഇപ്പം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന നമ്പറെല്ലാം ആര് കണ്ടുപിടിച്ചത്? ഇന്ത്യ കണ്ടുപിടിച്ച നമ്പേഴ്സ് ആയിരുന്നു നമ്മളിപ്പോൾ യൂസ് കൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ടോപ്പിക്കായ ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. അതായത് അബാക്കസ്, നേപ്പിയർ ബോൺസ്, അങ്ങനെ കുറേ കമ്പ്യൂട്ടിംഗ് മെഷീൻസ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇത് ഈ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചതും തൊട്ടുള്ള കഥയാണ് ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത്. കമ്പ്യൂട്ടർ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. The first computing machine, abacus, was discovered by Mesopotamians. അബാക്കസ് ഡിസ്കവർ ചെയ്തിരിക്കുന്ന ആരായിരുന്നു? മെസപ്പൊട്ടോമിയൻസ് ആയിരുന്നു അബാക്കസ് ഡിസ്കവർ ചെയ്തേക്കുന്നത്. എത്ര BC? 3000 BC അത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അബാക്കസ് മീൻസ് കാൽക്കുലേറ്റിംഗ് ബോർഡ്. പണ്ട് അഡീഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഒരു മെഷീനായിരുന്നു എന്തുവാ? അബാക്കസ്. Instruments for performing calculation by sliding the counting analogues. അതായത് ഇത് കണ്ട ഇതിനകത്ത് ഇപ്പം ഈ മുത്ത് കണ്ട ഈ ബീഡ്സ് ഇതിനാ കാൽക്കുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നത്. അതായത് ഇതിപ്പം എത്ര പ്ലസ് ചെയ്യുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഈ ഇത്രയും കോളം നോക്കിയാൽ മതി. അപ്പോൾ ഈ ഫസ്റ്റ് കോളത്തിൽ 2 എണ്ണം ഉണ്ട്. 2 + 3 + 2 + 4 ഇതിൻ്റെ സമ്മായിരിക്കും ഇതിൻ്റെ ആൻസർ. ഇതൊരു മെയിൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് ബോർഡ് എക്സാമിന്. അപ്പം ഇങ്ങനെയായിരുന്നു അവർ കാൽക്കുലേറ്റ് ചെയ്ത് തരുന്നത്. ഇറ്റ് വർക്ക്സ് ഓൺ ദ ബേസിസ് ഓഫ് പ്ലേസ് വാല്യൂ സിസ്റ്റം. ഈ ഇങ്ങനത്തെ സിസ്റ്റം ഇല്ലേ, അതിനെ പറയുന്ന പേരാണ് പ്ലേസ് വാല്യൂ സിസ്റ്റം ആയിട്ടായിരുന്നു ഇത് വർക്ക് ചെയ്തിരുന്നത്. ഇനി അടുത്തത് നേപ്പിയർ ബോൺസ്. ദി ഐഡിയ ഓഫ് ലോഗറിതം
വാസ് ഡെവലപ്ഡ് ബൈ ജോൺ നേപ്പിയർ ഇൻ 1617 AD. ഈ ഒരു ലോഗരിതമിക് ഐഡിയ ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തിരുന്ന ആരായിരുന്നു? ജോൺ നേപ്പിയർ ആയിരുന്നു ഫസ്റ്റായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തേക്കുന്നത്. ഹി ഡൈവേഴ്സ്ഡ് എ സെറ്റ് ഓഫ് നമ്പറിംഗ് റോഡ്സ് നോൺ ആസ് നേപ്പിയർ ബോൺസ്. ഇതായിരുന്നു നേപ്പിയർ ബോൺസിൻ്റെ ഒരു സ്ട്രക്ചർ. ഈ ഒരു സെറ്റ് ഓഫ് നമ്പറിംഗ് റോഡ്സ് തന്നെയാണ് നേപ്പിയർ ബോൺസ് എന്ന് പറയുന്നത്. ത്രൂ വിച്ച് ബോത്ത് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ കുഡ് ബി പെർഫോംഡ്. ആദ്യമായിട്ട് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ചെയ്യാൻ കഴിയുന്ന ഒരു റോഡ് ഇംപ്ലിമെൻ്റ് ചെയ്തേക്കുന്ന ഫസ്റ്റ് കാൽക്കുലേറ്റിംഗ് മെഷീൻ എന്നും ഇതിനെ അറിയപ്പെടും. അപ്പോഴത്തേക്ക് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഈസി ആയിട്ട് ഈ റോഡ്സിലൂടെ പെർഫോം ചെയ്യാൻ പറ്റുമായിരുന്നു. There were a numbered roads which could perform the multiplication any numbers by a single digit number. ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പറിന് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും ചെയ്യാൻ പറ്റുമായിരുന്നു. There are 10 bonds corresponding to the digits 0 to 9. അതായത് 0, 1, 2, 3 അങ്ങനെ ഒരു 9 നമ്പേഴ്സ് ഉണ്ടായിരുന്നു. അത് വെച്ചായിരുന്നു കാൽക്കുലേഷൻ നടത്തിയിരുന്നത്. There is also special 11th bond that is used to represent the multipliers. മൾട്ടിപ്ലയേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിച്ചിരുന്നു? 11ാമത് ഒരു സിമ്പലും കൂടെ ഉപയോഗിച്ചിരുന്നു. അതായത് 0, 1 to 9 അല്ലാതെ ഒരു 11ാമത്തെ റോഡുമായിട്ടുള്ള 10 എന്നുള്ള നമ്പർ മൾട്ടിപ്ലയേഴ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നു. By placing the bonds corresponding to the multipliers, the left side and the bond corresponding to the digit of a multiplicand of the right. അപ്പം ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്പർ ഉണ്ടല്ലോ, അതായിരുന്നു മൾട്ടിപ്ലിക്കൻ്റ് ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. അപ്പോഴത്തേക്ക് റൈറ്റ് സൈഡിലുള്ളത് 2 പ്രൊഡക്റ്റ് ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. അതായിരുന്നു അഡിഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനുമായിട്ട് മാറിയത്. പാസ്കൽ. In 1642, Blaise Pascal, a French mathematician, invented an adding machine. ഒരു മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും വേണ്ടി ജോൺ നേപ്പിയർ ബോൺസ് ഉണ്ടായിരുന്നെങ്കിൽ അഡിഷന് വേണ്ടിയിട്ട് നമുക്കുള്ള മെഷീനായിരുന്നു പാസ്കൽ. ദാറ്റ് വാസ് മെയ്ഡ് അപ്പ് ഓഫ് ദ ഗിയേഴ്സ് ആൻഡ് വീൽസ്. ഇതിനെയാണ് പറയുന്ന ഗിയേഴ്സും വീൽ. ഇപ്പോൾ ഈ ക്ലോക്കിൻ്റെ ഈ സൂചി പോലെ ഇരിക്കുന്ന ഗിയേഴ്സ്, വീൽസ് എന്ന് പറയുന്നത് ഈ സർക്കിൾ കണക്കിരിക്കുന്നത്. ഇതായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ആൻഡ് വാസ് യൂസ്ഡ് ഫോർ ആഡിങ് നമ്പർ ക്വിക്ക്ലി. ഒരു നമ്പർ ആഡ് ചെയ്യാൻ പെട്ടെന്നുള്ള ഒരു ഇതിന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നതായിരുന്നു ഇത് പാസ്കലിൻ്റെ ഐഡിയാസ്. ദിസ് മെഷീൻ വാസ് കോൾഡ് പാസ്കലിൻ. ഈ ഒരു മെഷീനെ പറയുന്നതാണ് പാസ്കലിൻ എന്ന് പറയുന്നത്. ആൻഡ് വാസ് കേപ്പബിൾ ഓഫ് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ഇത് സബ്ട്രാക്ഷനും ഉപയോഗിക്കും അഡീഷനും ഉപയോഗിക്കും. അത്രയ്ക്ക് കേപ്പബിളായിട്ടുള്ളൊരു മെഷീനായിരുന്നു ഏത് പാസ്കൽ എന്ന് പറഞ്ഞൊരു മെഷീൻ. along with the carry and transfer features. ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന ഫീച്ചേഴ്സ്
ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദി വേരിയസ് നമ്പർ, കുറേ നമ്പർ കൺസിസ്റ്റ് ആയിരുന്നു. ടു ഹാവ് വീൽസ് ഹാവിങ് യുണീക്ക് പൊസിഷൻ വാല്യൂസ്. ഈ നമ്പേഴ്സിനെല്ലാം ഒരു യുണീക്ക് പൊസിഷൻ വാല്യൂസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നു. ആര്? ബ്ലേസ് പാസ്കൽ. In addition and subtraction operation were performed by controlling the rotation of these wheels. ഈ വീൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴായിരുന്നു ഇത് വർക്കായിക്കൊണ്ടിരുന്നത്. അപ്പം നമുക്ക് പണ്ട് റോഡ്സും അതും ഇതൊക്കെ ആയിരുന്നെങ്കിൽ, റോഡ്സ്, വീൽസ് അങ്ങനത്തെ സംഭവങ്ങളായിരുന്നെങ്കിൽ പിന്നെ അത് എവല്യൂഷനായി വന്ന് ഇപ്പോൾ ഒരു മെഷീൻ ആയി. അപ്പോഴത്തേക്ക് ഈ മെഷീൻ നമുക്ക് എളുപ്പത്തിൽ അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. The Lebanese calculator. In 1673, Gottfried Wilhelm Leibniz, a German mathematician, extended the capabilities of adding machine invented by Pascal. ഈ പാസ്കലിൻ്റെ ഐഡിയ ഒന്നും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ആര് കൊണ്ടുവന്നു? ലെബനീസ് കൊണ്ടുവന്നു. ടു പെർഫോം മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ആസ് വെൽ. ഈ നേപ്പിയർ ബോൺസും പാസ്കലിൻ്റെ ഐഡിയാസും കൂടെ മിക്സ് ചെയ്ത് ലെബനീസ് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതായിരുന്നു ലെബനീസ് കാൽക്കുലേറ്റർ. This machine was named by Lebanese calculator. The multiplication was done through a repeated addition or of numbers. ഈ മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം 1 × 2 2 അല്ലേ? ഇത് വേണ്ട. ഇപ്പോൾ 2 × 2 4, 2 × 3 4 5 6. അപ്പം 2 എണ്ണം കൂട്ടുന്നതല്ലേ? 2 വെച്ചിട്ട് പ്ലസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ 6 എന്ന് പറഞ്ഞൊരു ഡിജിറ്റ് കിട്ടുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലെബനീസ് ആ ഒരു സെയിം മെക്കാനിസമാണ് നമ്മളിപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതായിരുന്നു ലെബനീസ് കാൽക്കുലേറ്റർ. ഈ ജാക്വാർഡ് ലൂം. In order to make the different designs, patterns and cotton wearing process automatic, Jacquard designed the punched cards system. അതായത് ഈ കാർഡ്സ് പഞ്ച് ചെയ്യുന്ന സിസ്റ്റം ആര് ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ്? ജാക്വാർഡ് ലൂം ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ്. ആൻഡ് യൂസ്ഡ് ദം ടു കൺട്രോൾ ലൂംസ്. ലൂംസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എന്ത് യൂസ് ചെയ്തിരുന്നത്? പഞ്ച്ഡ് കാർഡ്സ് യൂസ് ചെയ്യുന്നത്. ഇൻ 1801 എന്നായിരുന്നു? 1801 ആര് ഇംപ്ലിമെൻറ്റ് ചെയ്തത്? ജാക്വാർഡ് ലൂംസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ദിസ് പഞ്ച്ഡ് കാർഡ്സ് വിത്ത് the different sets of punched cards holes representing different patterns of the designs can be considered of the programming to control the looms. ഈ ലൂംസ് എന്ന് വെച്ചാൽ സ്പേസ് ആണ്. These punched cards with a different set of punched holes. അതായത് ഇതിനകത്തൊക്കെ ഓരോ ഹോൾസ് ആയിരുന്നു വരുന്നത്. അതായത് അന്നത്തെ കാലത്ത് റൈറ്റിങ്സ് മഷിയൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഹോൾസ് ഉപയോഗിച്ചിട്ടായിരുന്നു ഈ പഞ്ച്ഡ് കാർഡ്സ് വർക്ക് ചെയ്തിരുന്നത്. റെപ്രസെൻറ്റിങ് ദ ഡിഫറെൻറ്റ് പാറ്റേൺസ്. ഈ ഡിഫറെൻറ്റ് പാറ്റേൺസിലായിട്ട് ഹോൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഡിസൈൻ ക്യാൻ ബി കൺസിഡർ ആസ് എ പ്രോഗ്രാം കൺട്രോൾ ഓഫ് ദി ലൂംസ്. ഇതിനൊരു പ്രോഗ്രാം കൺട്രോൾ ആയിട്ട് ആര് ഡിസൈൻ ചെയ്തു? ജാക്വാർഡ് ഡിസൈൻ ചെയ്തു. ജാക്വാർഡ് ഇൻട്രൊഡ്യൂസ് ദ പ്രോഗ്രാമബിൾ മെഷീൻ ആസ് ഷോൺ ആസ് ദ ഫിഗർ. ഫിഗർ കാണിച്ചു തരാം. ദ മെഷീൻസ് could be used to produce other weaving patterns by replacing the current set of punched cards.
പുതിയ ഈ ഇതുകൊണ്ട് തന്നെ ഫസ്റ്റിലെ ആ പാറ്റേൺസ് കൊണ്ട് തന്നെ വീണ്ടും വീണ്ടും പാറ്റേൺസ് ഉണ്ടാക്കി കണ്ടിന്യൂഷൻ റീപ്ലേസ് ചെയ്തിരുന്നു. ആൻഡ് punched cards with a new set of punched cards instructions. This procedure to the programmable computers of the present days. Further duplicating the set of punched cards enables the repulsion and the same design in the other looms. അതായത് വേറെ വേറെ പഞ്ച്ഡ് കാർഡ്സിനകത്ത് റിപ്പൽഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്തിരുന്നു. ഇതായിരുന്നു പഞ്ച്ഡ് കാർഡ് സിസ്റ്റം. പറഞ്ഞില്ലേ ഹോൾസ് ഒക്കെ ഉണ്ടായിരുന്നെന്ന്, ആ ഒരു ഹോൾസാണ് ഇത്. മാർക്ക് 1. Professor Howard Aiken, in the collaboration with the IBM, constructed an electromechanical computers named Mark 1. ഒരു ഫസ്റ്റ് ഇലക്ട്രോമെക്കാനിക്കൽ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ഐക്കിനും IBM കൂടെ കൊളാബ് ചെയ്തിട്ടായിരുന്നു എന്ത് ചെയ്തിരുന്നത്, ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പ്യൂട്ടർ ആയ മാർക്ക് 1 കണ്ടുപിടിച്ചത്. എന്നായിരുന്നു 1944 ഇത് ഫസ്റ്റായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തത്. ഇറ്റ് കുഡ് ബി മൾട്ടിപ്ലൈ 2 10-digit numbers in 5 seconds. ഒരു 2 10-digit നമ്പറിനെ മൾട്ടിപ്ലൈ ഫാസ്റ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എന്ത് യൂസ് ചെയ്തിരുന്നത്, മാർക്ക് 1 യൂസ് ചെയ്തിരുന്നത്. ദിസ് മെഷീൻ was based on the concept of the Babbage analytical engine. ബാബേജിൻ്റെ അനലറ്റിക്കൽ എൻജിൻ്റെ അത് പഠിക്കാം വരുന്നുണ്ട്. ബാബേജിൻ്റെ അനലറ്റിക്കൽ എൻജിൻ്റെ കോൺസെപ്റ്റ് ഉപയോഗിച്ചായിരുന്നു എന്ത് ഇംപ്ലിമെൻ്റ് ചെയ്തത്, മാർക്ക് 1 ഇംപ്ലിമെൻ്റ് ചെയ്തേക്കുന്ന ഫസ്റ്റ് ഓപ്പറേഷണൽ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ. ഇതിനെ പറയുന്നതാണ് ഒരു കമ്പ്യൂട്ടറായിട്ട് രൂപാന്തരപ്പെട്ടിരുന്നു. ഈ കമ്പ്യൂട്ടർ എന്ന് വെച്ചിരുന്നു പണ്ടൊരു റൂമിൻ്റെ വലിപ്പം ഉണ്ടായിരുന്നു. ഈ കമ്പ്യൂട്ടറിന് കൂടുതൽ എനർജിയുടെ ആവശ്യം വരുമായിരുന്നു, കൂടുതൽ ഹീറ്റിൻ്റെ ആവശ്യം വരുമായിരുന്നു, ഹീറ്റ് ജനറേറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് കമ്പ്യൂട്ടറായിരുന്നു ഏത്, മാർക്ക് 1 എന്ന് പറഞ്ഞ കമ്പ്യൂട്ടർ. വിച്ച് കുഡ് എക്സിക്യൂട്ട് ദ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ ഓട്ടോമാറ്റിക്കലി വിത്തൗട്ട് എനി ഹ്യൂമൻ ഇൻ്റർവെൻഷൻ. ഇതിനകത്തൊരു ഹ്യൂമൻ്റെ ഒരു എലമെൻറ്റ് വരുന്നില്ല, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. മറ്റ് നമ്മൾ പഠിച്ച ഈ ജാക്വാർഡ് ലൂംസ്, ലെബനീസ് കാൽക്കുലേറ്റർ, അതിനൊക്കെ നമുക്കൊരു മനുഷ്യൻ്റെ ആവശ്യം വരുന്നു. പക്ഷേ ഈ മാർക്ക് 1 കമ്പ്യൂട്ടറിനകത്ത്, ഫസ്റ്റ് കമ്പ്യൂട്ടറിനകത്ത് എന്തിൻ്റെ ആവശ്യമില്ല, ഒരു ഹ്യൂമൻ ഫിസിക്കൽ ആയിട്ട് ആവശ്യമില്ല. മാർക്ക് 1 പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ കമ്പ്യൂട്ടർ ഹിസ്റ്ററി. ഇവിടെ തൊട്ടാണ് കമ്പ്യൂട്ടറിൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ തൊട്ടാണ് ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷനൊക്കെ വരുന്നത്. ഡിഫറൻസ് എൻജിൻ ആൻഡ് അനലറ്റിക്കൽ എൻജിൻ. ഇത് കണ്ടുപിടിച്ചത് ആരാ, ചാൾസ് ബാബേജ്. ഈ ഒരു വ്യക്തിയാണ് ആദ്യമായിട്ട് പ്രീ പെർഫോംഡ് കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ചാൾസ് ബാബേജ്, ആൻ ഇംഗ്ലീഷ് മാത്തമാറ്റീഷ്യൻ, ഡെവലപ്ഡ് ആൻ മെഷീൻ കോൾഡ് ഡിഫറൻസ് എൻജിൻ. അതായത് ഒരു ഡിഫറൻസ് എൻജിൻ കൊണ്ടുവന്നു in 1822, which could be calculate various mathematical functions. ഈ ഡിവിഷൻ, സബ്ട്രാക്ഷൻ, ലോഗരിതമിക് എല്ലാം ആര് കൊണ്ടുവന്നതാണ്, ചാൾസ് ബാബേജ് കൊണ്ടുവന്നതാണ്. ഇറ്റ് മെക്കാനൈസ്ഡ് എ സീരീസ് ഓഫ് കാൽക്കുലേഷൻ ഓൺ എ നമ്പേഴ്സ് ഓഫ് വേരിയസ് ടു സോൾവ് എ പ്രോബ്ലം. ഒരു വേരിയസ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെക്കാനിസ്റ്റ് സീരീസ് ഓഫ് കാൽക്കുലേഷൻ ആര് കൊണ്ടുവന്നു, ചാൾസ് ബാബേജ് ഡിഫറൻസ് എൻജിനകത്ത് കൊണ്ടുവന്നു. Therefore, in 1833,
ഒരു വർഷം കഴിഞ്ഞ് ഏതാണ്ടൊരു 10 വർഷം കഴിഞ്ഞിട്ട് ചാൾസ് ബാബേജ് തന്നെ ഇത് മോഡിഫൈ ചെയ്ത് അനലറ്റിക്കൽ എഞ്ചിൻ എന്നും പറഞ്ഞൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു, വിച്ച് ഈസ് ലേറ്റർ ഓൺ പ്രൂവ്ഡ് ടു ബി ദ ബേസിക് ഓഫ് ദി മോഡേൺ കമ്പ്യൂട്ടർ. ഇത് ഈ മോഡേൺ കമ്പ്യൂട്ടറിൻ്റെ ബേസ് ആയിരുന്നു ഏതിനകത്തുള്ളത്? അനലറ്റിക്കൽ എഞ്ചിനകത്തുള്ളത്. ഇതിനകത്ത് വേരിയസ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു. കുറേ മാത്തമാറ്റിക്കായിട്ടുള്ള കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നു ചാൾസ് ബാബേജ് അനലറ്റിക്കൽ എഞ്ചിനോടുകൂടെ. പിന്നെ ഈ ചാൾസ് ബാബേജിന് ഒരു ടൈറ്റിലും കിട്ടി, ഫസ്റ്റ് ഫാദർ ഓഫ് എ കമ്പ്യൂട്ടർ. അതായത് ഇതൊക്കെ കൊണ്ടുവന്നുകൊണ്ടല്ല, ഈ ഒരു കോൺസെപ്റ്റ് വന്നുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ആ ഒരു ജേണിയിൽ ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. അപ്പോൾ ആ ടൈറ്റിൽ ഓഫ് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് അറിയപ്പെടുന്ന ആരാ? ചാൾസ് ബാബേജ് ആയിരുന്നു ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് അറിയപ്പെടുന്നത്. ഇതായിരുന്നു ഡിഫറൻസ് എഞ്ചിനും അനലറ്റിക്കൽ എഞ്ചിനും. ഡിഫറൻസ് എഞ്ചിനും അനലറ്റിക്കൽ എഞ്ചിനും. ഡിഫറൻസ് എഞ്ചിൻ്റെ മോഡിഫൈഡ് വേർഷനാണ് അനലറ്റിക്കൽ എഞ്ചിൻ. ഇനി അഗസ്റ്റ അഡാ അഥവാ ലൗലാൻഡ്, അതായത് അഡാ ലൗലാൻഡ് was a British mathematician. He is widely regarded the first computer programmer. ഈ ഫസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമായിട്ട് അറിയപ്പെട്ടിരുന്നത് അഗസ്റ്റ അഡാ കിങ് ആയിരുന്നു. ഷീ വർക്ക്ഡ് വിത്ത് ചാൾസ് ബാബേജ്. ചാൾസ് ബാബേജിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു ആര്? അഗസ്റ്റ അഡാ കിങ്. On the basis of analytical engine and wrote the first algorithm designed for a machine. ആദ്യമായിട്ട് അൽഗോരിതം ഡിസൈൻ ചെയ്യുന്നത് ആരായിരുന്നു? ഈ അഗസ്റ്റ അഡാ കിങ് ആയിരുന്നു ആദ്യമായിട്ട് പ്രോഗ്രാം ചെയ്തിരുന്നത്. അൽഗോരിതമൊക്കെ നമുക്ക് അടുത്തടുത്ത ചാപ്റ്റേഴ്സിൽ പഠിക്കാനുണ്ട്. ഷീ വാസ് ദ ഫസ്റ്റ് ടു റിയലൈസ് ദാറ്റ് ദ കമ്പ്യൂട്ടർ കുഡ് നോട്ട് മോർ ദാൻ ജസ്റ്റ് മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സിനെക്കാളും കമ്പ്യൂട്ടറിനകത്ത് കൂടുതലായിട്ട് പഠിക്കാനുണ്ടെന്ന് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ആരായിരുന്നു? അഗസ്റ്റ അഡാ ലൗലാൻഡ് അഥവാ അഗസ്റ്റ അഡാ കിങ് ആയിരുന്നു. അതായത് ഫസ്റ്റ് പ്രോഗ്രാം ഇൻ ദ വേൾഡ്. ഈ ലാസ്റ്റ് ടോപ്പിക്ക് സ്റ്റോർഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്. ഇത് വന്നേക്കുന്നത് 1945 അഥവാ 1945 ആര് ഇംപ്ലിമെൻ്റ് ചെയ്തത്? ഡോക്ടർ ജോൺ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ഇംപ്ലിമെൻ്റ് ചെയ്തിരുന്നത്. അതായത് ജോൺ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്ത് ചെയ്തു? ഒരു സ്റ്റോർഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആസ് പെർ ദിസ് കോൺസെപ്റ്റ് ദി പ്രോഗ്രാം ഡേറ്റ കുഡ് ബി സ്റ്റോർഡ് ഇൻ ദ സെയിം മെമ്മറി യൂണിറ്റ്. ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന ഒരു മെമ്മറി യൂണിറ്റിലായിരിക്കും. അതായത് നമ്മളിപ്പം കമ്പ്യൂട്ടറിനകത്ത് ഒരു മെമ്മറി യൂണിറ്റ് അല്ലേ ഉള്ളത്, അപ്പോഴത്തേക്ക് അതിനകത്ത് ഡേറ്റാസ് എല്ലാം ഒറ്റ ഇതിലാക്കി ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു ജോൺ വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടേഴ്സാണ്. ദിസ് വാസ് എ മേജർ ഷിഫ്റ്റ് ഇൻ ദ ഏർലിയർ മെഷീൻ വിച്ച് ഇൻസ്ട്രക്ഷൻസ് വെയർ ഫിക്സ്ഡ് ഇൻ ഹാർഡ്വെയർസ്. ഈ ഹാർഡ്വെയർസിൽ ഫിക്സ് ചെയ്തേക്കുന്ന ഒരു സിസ്റ്റം ഓഫ് സ്റ്റോർഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് ആയിരുന്നു ആര് ഇംപ്ലിമെൻ്റ് ചെയ്തത്? ജോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ഇംപ്ലിമെൻ്റ് ചെയ്തേക്കുന്നത്. വെയറിംഗ് ഓൺ ഓർ പഞ്ച്ഡ് കാർഡ്സ്. ഈ പഞ്ച്ഡ് കാർഡ്സ് എൻ്റെ കോൺസെപ്റ്റ് ആരും കൂടി ഉപയോഗിച്ചിരുന്നു? ജോൺ ന്യൂമാൻ
ആർക്കിടെക്ചറും കൂടെ ഉപയോഗിച്ചിരുന്നു. ഓൾ ദ മോഡേൺ കമ്പ്യൂട്ടേഴ്സ് ആർ ബേസ്ഡ് ഓൺ ദി സ്റ്റോർഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്. ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ മെമ്മറി നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന എല്ലാ കമ്പ്യൂട്ടേഴ്സും ഈ ഒരു കോൺസെപ്റ്റ് വഴിയാണ് ഇംപ്ലിമെൻ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ ആപ്പ് പർച്ചേസ് ചെയ്യുക. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഇനി അടുത്ത ടോപ്പിക്സ് വരുന്നത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സാണ്. 2 പാർട്ടോട് കൂടിയിട്ട് ഈ ചാപ്റ്റർ അവസാനിക്കും. അപ്പം ഈ ചാപ്റ്ററിന് ബാക്കി വേണമെങ്കിൽ ആപ്പ് പർച്ചേസ് ചെയ്യാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വിളിച്ച് അഡ്മിഷൻ പ്ലേസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു.